നമസ്കാരം. ഫേസ്ബുക്കിൽ നമ്മളുടെ സാധാരണ പ്രൊഫൈല് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പല രീതിയിൽ ഏൺ ചെയ്യാൻ കഴിയും. റീൽസ് ഇട്ട്, വീഡിയോ ഇട്ട്, അതുപോലെ തന്നെ പോസ്റ്റുകളിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് ഫേസ്ബുക്കിൽ തുടങ്ങിയപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മാത്രമല്ല യൂട്യൂബിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനത് തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ പലരും ചോദിച്ചത് എങ്ങനെയാണ് പ്രൊഫഷണൽ മോഡിലേക്ക് ആക്കുന്നതെന്ന്. സാധാരണ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ കുറച്ച് പേർക്ക് അറിയത്തുമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം നമ്മുടെ പ്രൊഫൈലിൽ കയറുക. നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൻ്റെയൊക്കെ താഴെയായിട്ടൊരു 3 ഡോട്ട്സ് ഉണ്ട്. ആ 3 ഡോട്ട്സിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇത് പ്രൊഫഷണൽ മോഡെന്ന് കാണിക്കുന്നത് ഞാൻ സാധാരണ പ്രൊഫൈലിനെ പ്രൊഫഷണൽ മോഡിലേക്ക് ചേഞ്ച് ആക്കിയപ്പോഴാണ്. അപ്പം അങ്ങനെ ചേഞ്ച് ആക്കിയാൽ മാത്രമേ നമുക്ക് ഫോളോവേഴ്സിനെ കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ഈ കാണുന്ന 3 ഡോട്ട്സിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പം കുറേ ഓപ്ഷൻസ് വരും. അതായത് വ്യൂ ആസ് എ ആക്ടിവിറ്റി ലോഗ്, റിവ്യൂ പോഡ്സ് അങ്ങനെയൊക്കെ വന്നിട്ട് താഴെ ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡെന്ന് കണ്ടോ? അത് നിങ്ങൾക്ക് വരുന്നത് ടേൺ ഓൺ പ്രൊഫഷണൽ മോഡ് എന്നായിരിക്കും. കാരണം എൻ്റെ ഇപ്പോൾ ഓൾറെഡി പ്രൊഫഷണൽ മോഡ് ഓൺ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊരു കാണിക്കുന്നത്, ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡെന്ന്. അപ്പോൾ എനിക്ക് ആവശ്യമില്ലെങ്കിൽ ഇത് ടേൺ ഓഫ് ചെയ്യാനും കഴിയും. അത് ഓൺ ആക്കി കഴിയുമ്പം പിന്നെ ഫേസ്ബുക്ക് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ അത് കഴിഞ്ഞാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പോൾ അത് ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് പറഞ്ഞുതരാം. പക്ഷേ ആദ്യം ചെയ്യേണ്ടത് ഇത്രയാണ്. നമ്മുടെ പ്രൊഫൈലിൽ കയറുക. റൈറ്റ് സൈഡിൽ നമ്മുടെ പിക്ചറിൻ്റെയൊക്കെ താഴെ റൈറ്റ് സൈഡ് കോർണറിൽ കാണുന്ന 3 ഡോട്ട് 3 കുത്തുകളുണ്ട്. അവിടെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ടേൺ ഓൺ പ്രൊഫഷണൽ മോഡെന്ന് വരും. അവിടെ ഓൺ ആക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ മോഡിൽ ആയിക്കഴിഞ്ഞു. പിന്നീട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ഓരോ ദിവസമായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഏൺ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി. പിന്നെ അതുപോലെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് ചെയ്യാനുള്ളത്. അപ്പം അത് കൂടാണ്ട് ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ഈ മോണിറ്റൈസേഷൻ എന്നൊക്കെ പറയുന്ന ടാബ് വരും. ടാബ് വരുമ്പോൾ അതിൽ പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓരോ കാര്യങ്ങൾ കാണിക്കും. അതായത് നമ്മൾ ചെയ്യേണ്ട ചില ടാസ്ക് ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന്. ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമുക്ക് ഏൺ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. അതായത് സ്റ്റാർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. നമ്മുടെ പോസ്റ്റിൽ ആരെങ്കിലും സ്റ്റാർ തന്നു കഴിഞ്ഞാൽ ചെറിയ പൈസ ആവുള്ളൂ സ്റ്റാർ മറ്റുള്ളവർക്ക് തരാൻ. ചിലപ്പോൾ 2 3 രൂപ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് തന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ടാസ്കിനകത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മളുടെ പോസ്റ്റിൽ വേറെ ആരും പുറത്തുനിന്ന് തരണമെന്നില്ല. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരെ കൊണ്ട് തന്നെ അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യിപ്പിക്കാം. പിന്നെ ബോണസ് എന്ന് പറയുന്ന ഇതുണ്ട്. ഇൻസ്ട്രീം ആഡ്സ് ഉണ്ട്. അതായത് നമ്മുടെ റീൽസിനിടയിലും വീഡിയോസിനിടയിലും ഫേസ്ബുക്കിന് നമ്മളത് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ ആഡ്സ് വന്നിട്ട് അതിൽ നിന്ന് നമ്മൾക്ക് ഏൺ ചെയ്യാൻ കഴിയും. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഇപ്പം തൽക്കാലം നിങ്ങൾ ആരുടെയെങ്കിലും പേഴ്സണൽ പ്രൊഫൈൽ ഒന്നാമത്തെ കാര്യം അത് ലോക്ക് ചെയ്ത് വെക്കല്ലേ. പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെക്കരുത്. ലോക്ക് മാറ്റുകയും വേണം. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യങ്ങൾ നോക്കാം. താങ്ക്